എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്ന് കരുതുന്നു. ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. പേജ് ഓഫ് സോർഡ്സ്. അവര് നിങ്ങളോട് സംസാരിക്കണമെന്ന് വളരെയധികം, അതായത് ഇങ്ങനെ വല്ലാതെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയത്. നിങ്ങളെ ഒന്ന് വിളിക്കണം, നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് അവർക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ടെന്നാണ് കാണുന്നത്. 8 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വേദന, നിങ്ങളെ അവർ വല്ലാതെ വേദനിപ്പിച്ചു എന്നതെല്ലാം അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കരുതുന്നുണ്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യും എന്നറിയില്ല. നിങ്ങളും ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പെയിനിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ നിങ്ങളും അങ്ങനെ ഒന്ന് വലിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഒരു മടി. അടുത്ത് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ക്യൂൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയിൽ പറയാം നമുക്ക്, അവർക്ക് വളരെയധികം വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് നല്ല ഒരു കോൺഫിഡൻസിലാണ് അവർ പോകുന്നത്. തന്നെയല്ല, നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഏത് രീതിയിൽ നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമെന്നൊന്നും അറിയില്ലാത്തതിൻ്റെ ഒരു ഫിയർ, ആ ഒരു ഫിയറിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. 10 ഓഫ് കപ്സ് ആണ്. അപ്പം അതായത് അവർക്ക് നിങ്ങൾ അവരുടെ ഒരു ഫാമിലി, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്ന് തന്നെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഫാമിലി തന്നെ ആയിരിക്കും കേട്ടോ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫൊക്കെ ആയിരിക്കാം, അതല്ല നിങ്ങളുടെ ഒരു മാരേജിലേക്ക് നിങ്ങൾ പോകേണ്ടിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മുന്നേ സംസാരിച്ചിരുന്ന കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഒരു ഫാമിലിയെ കുറിച്ചൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരിപ്പോൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൽ ആ ഒരു കാർഡ് വരുമ്പം അവർക്ക് സംസാരം വീണ്ടും, അതായത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ഒരു പേജ് ഓഫ് സോർഡ്സും ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കാർഡും വരുന്നത് രണ്ടും ഒരേ മീനിങ് ആണ് വരുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം. അപ്പം അവരായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അവർ കോണ്ടാക്റ്റിലേക്ക് വരാത്തത്. അപ്പം നിങ്ങളായിട്ട് അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി വിളിക്കാൻ നിൽക്കരുത്. അവർക്ക് ആ ഒരു മിസ്സിങ് എനർജി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുള്ളൂ. ദ മജീഷ്യൻ. അവർക്ക് ഇപ്പോൾ അതായത് നിങ്ങളെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയായിരുന്നെങ്കിൽ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും, നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു നമ്മളിവിടെ കണ്ടിരുന്നു ആ ഒരു പാസ്റ്റ് മൊമെന്റ്സ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവർ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ കരുതുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ വളരെ തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് സോർഡ്സ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമയത്തും അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവരെവിടെയോ ഒന്ന് സ്റ്റക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺസ് ഉണ്ടാകാം, ഒരു
തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പം അതിനകത്തുനിന്ന് അവർക്ക് പുറത്തു വരാൻ അവർക്ക് ഇപ്പോഴും ധൈര്യം വന്നിട്ടില്ല. ചിലപ്പോൾ അതിനകത്ത് അവരെ ഒരു എന്താ പറയുക, അവർക്ക് ഒരു പേടി ആ ഒരു പേഴ്സണോട് ചിലപ്പം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട്, ആ തേർഡ് സിറ്റുവേഷൻ എന്തായാലും അതിനോടുള്ള ഒരു പേടി കാരണം അവരതിനകത്തൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്, അതേ സമയത്ത് അവർ ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു. അതിന് കാരണം അതാണ്, അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു പേടിയാണ്. ജഡ്ജ്മെന്റ്. ഓക്കെ, അപ്പം ജഡ്ജ്മെന്റ് കാർഡിൽ വരുന്നത് അവർക്ക് ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു ലൈഫിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു സമയത്ത് അവരിതൊന്നും അംഗീകരിച്ച് തന്നിട്ടുണ്ടാവില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. പക്ഷെ അവരിപ്പോൾ ഒരു ആക്സെപ്റ്റൻസിലേക്ക് വന്നിരിക്കുന്നു. അതായത് അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു അതായത് ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക എന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ എന്താണ് ഈ ഒരു വ്യക്തിയോട് ചെയ്തത്, ഈ ഒരു വ്യക്തിയെ എങ്ങനെയാണ് വേദനിപ്പിച്ചിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു സമയത്ത് ചിലപ്പോൾ അവർ അവരുടെ ഒരു നല്ല ഫ്യൂച്ചർ നോക്കിയിട്ടോ അവരുടെ ഹാപ്പിനെസ് നോക്കിയിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ടുണ്ടാവുക. ഇപ്പം അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒക്കെ അവര് ഒന്ന് ബാക്കിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറ്റബോധത്തോടെ തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു 10 of Cupsലും സെയിം എനർജി ആയിരുന്നു. നിങ്ങളുടെ പാസ്റ്റിലേക്ക് അവർ വളരെയധികം നോക്കുന്നുണ്ട്. അത്രയും ഒരു നല്ല ബ്ലെസ്സിങ് ആയിട്ടിരുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിനെ ഈ ഒരു രീതിയിലായല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കിനെ അവർ അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇതിനകത്തൊരു തീരുമാനം വേണം. ഇവിടെ നമ്മൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, എന്ത് തീരുമാനം എടുക്കും എന്നറിയില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇതിനൊരു തീരുമാനം വേണം. ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നൊക്കെ അവരിപ്പം കരുതുന്നുണ്ട്. അപ്പം അവർ സ്വയം മാറാൻ, അല്ലെങ്കിൽ അവർക്കൊരു റിന്യൂവല്, ആ ഒരു എനർജി, അതായത് അവർക്കൊരു മാറ്റം വരണമെന്ന് അവർ തന്നെ ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയമാണ്. ഫൈവ് ഓഫ് വൺസ് ആണ്. യെസ്, അപ്പം നമ്മൾ ഇവിടെ കണ്ടിരുന്നു അവര് ആക്സെപ്റ്റ് ചെയ്തു. അപ്പം ആ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളെ നീക്കിക്കളയാൻ വേണ്ടിയിട്ട് അവരോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ തേർഡ് സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഒരു യുദ്ധം എന്ന് പറയില്ല, നമ്മൾ മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ പുറമേ നിന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. 3 of Pentacles കാർഡാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഒന്നിച്ചു ചേരണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം, നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ, അത് മാത്രമേ അവർക്ക്. അപ്പൊ ഇവിടെ 3 പേര് ചേർന്ന് നിൽക്കുന്ന ഒരു കാർഡാണ്. അപ്പം അതായത് നമ്മൾ 2 പേഴ്സൺസും കൂടി ചേർന്ന് ഒരു മൂന്നാമതൊരു ക്രിയേഷൻ ഉണ്ടാകുന്നത് പോലെ. 3 എന്ന് പറയുന്നത് ഒരു ക്രിയേഷന്റെ ഒരു നമ്പറും കൂടിയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഒരു തിരിഞ്ഞുനോട്ടത്തിലാണ്. അവരുടെ ആ ഒരു പാസ്റ്റിലേക്ക്, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സിലേക്കൊക്കെ അവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. 6 of Cups ആണ്. വീണ്ടും ആ പാസ്റ്റിലേക്കുള്ള അവരുടെ നോട്ടം, അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള മൊമെന്റ്സ് എല്ലാം വീണ്ടും അവർ ഈ കാർഡുകളിലെല്ലാം വരുന്നതും അതാണ്. അവർ പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവർക്കൊരു മിസ്സിങ് എനർജി ഈ ഒരു സമയത്ത് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും അവർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം, ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കോളെങ്കിലും ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നത്. അടുത്തത് ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കൂടെയുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്കൊരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ ഒരു കണക്ഷനെ ഒരിക്കലും വിട്ടു പോകാൻ കഴിയില്ല. അത് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുന്നത്. അപ്പം ഉള്ളിൽ, അപ്പൊ പുറമേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ ഇൻസൈഡ്, അതായത് ഡീപ്പായിട്ടുള്ള ഉള്ളിൽ
ലൈക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതൊരിക്കലും അറുത്തുമുറിച്ച് കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. അവർ ശരിക്കും ട്രൂ ലവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും. നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് ആണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും അവരെ സ്നേഹിച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കി അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എഗെയിൻ ക്വീൻ ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ അവർ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നുണ്ടാകും. ഇപ്പം കോളിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു എനർജിയിലായിരിക്കും. അപ്പം അത് തന്നെയാണ് അവർ പറയുന്നത്. അതായത് അവർക്ക് നിങ്ങളിപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും നാളും ഈ ഒരു സെപ്പറേഷൻ എടുത്തിരുന്നു എന്നൊക്കെ അവർക്കൊന്ന് പറയണം. അവർക്ക് നിങ്ങളെ ഒന്ന് അതായത് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്നൊക്കെ അവർ കരുതുന്നുണ്ട്. പക്ഷെ വരാനായിട്ട് പേടിയുമാണ്. അതാണ് ദ ഫോർ ഓഫ് സോർഡ്സ്. എഗെയിൻ അവരിപ്പം ആ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒന്ന് ഈ ഒരു സമയത്തെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ ഈ ഒരു സമയം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കില്ല എന്ന് കരുതി അവർ ആ ഒരു ഡെസിഷനെ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അടുത്തത് പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൺസിൽ അവർക്ക് അതായത് വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങളോട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണിപ്പോൾ. ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു മൊമെൻറ്റ്സിനെ, ഒരു പാസ്റ്റ് മൊമെൻറ്റ്സിനെ വളരെയധികം ഒരു സ്നേഹത്തോടെ, ചിലപ്പം ഇത്രയും കാലം അങ്ങനെയൊന്നും ആയിരിക്കില്ല കണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഒരു മിസ്സിങ് എനർജി വളരെ അധികമായിട്ട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടോ എന്നറിയില്ല. എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആകില്ല, അത് പ്രത്യേകം ഓർക്കുക. അപ്പം ഇതിനകത്ത് നിന്ന് ഒരു ജനറൽ റീഡിങ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ആക്ഷൻ എടുക്കരുത്. അതിനൊരു പേഴ്സണൽ ഗൈഡൻസ് എടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പം എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബ്ലെസ്സിങ്സ്. താങ്ക് യു.